നമ്മുടെ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. സ്കൂളുകളിൽ ഒരു പുതിയ സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്, സൂംബ ഡാൻസ് എന്നുള്ളത്. ഇങ്ങനെയുള്ള കൊണ്ടുവരുന്ന ഇപ്പം അത് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിട്ടാണ് ശരിക്കും ഗവൺമെന്റ് അത് കൊണ്ടുവരുന്നത്. ഇങ്ങനെ കൊണ്ടുവരുന്ന ആക്ടിവിറ്റീസ് ഒരു കുട്ടിയെ പോസിറ്റിവിറ്റിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കുമോ? സുംബയാണെങ്കിലും ഇപ്പൊ അതുപോലെ സുംബ മാത്രമല്ല, ഇപ്പൊ ചില സ്കൂളുകളിലൊക്കെ ഉണ്ട്, നമ്മളോട് ചോദിക്കും ഏത് ഐറ്റം ആണ് ചൂസ് ചെയ്യുന്നത്. ഡാൻസ് ഉണ്ട്, മ്യൂസിക് ഉണ്ട്, സുംബയുണ്ട്. അപ്പൊ അതിലേതെങ്കിലും ഒരു എപ്പോഴും ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി എന്ന് വെച്ചാൽ ഒരു എനർജി, പിന്നെ അവരുടെ ഒരു പാഷൻ അതങ്ങനെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്കൊരു എക്സ്ട്രാ എനർജി എന്നുള്ള ഒരു രീതിയിലുള്ളൂ. അപ്പൊ ഫുള്ളി അക്കാഡമിക്സിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ നമ്മൾ എല്ലാത്തിലും പ്രാധാന്യം കൊടുക്കുന്നതാണ് എന്നുള്ളതാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അതാണ് ഇതിലൂടെ കിട്ടുന്നത്. അതിപ്പോ ഒരു കുട്ടിക്ക് സുംബ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി മൂവ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ ഒരു ഇമോഷണൽ സ്റ്റേറ്റിൽ നിന്ന് പോലും ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ഫിസിക്കൽ എക്സസൈസസ് ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ ഞാനിപ്പോ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുമോ, ഞാൻ അത് തന്നെ ആലോചിച്ചിരിക്കുന്നത് എന്റെ ബോഡി ഒന്ന് എണീറ്റ് നടന്നാൽ തന്നെ ചേഞ്ച് ഉണ്ട്. സോ ആ എനർജി നമുക്ക് ഒരു ഹൈ എനർജിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള സുംബ ആയിക്കോട്ടെ, ഇപ്പൊ യോഗ ആയിക്കോട്ടെ, വൺസ് എന്തെങ്കിലും രീതി നമ്മുടെ ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ചേഞ്ചസ് നമുക്കുണ്ടാവും. കാരണം സംഗീതത്തിന് തന്നെ ഒരാളുടെ ജീവിതം മാറ്റിമറിക്കാം. എന്തിനും ഒരു സെക്കൻഡ് മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന ആളുടെ അല്ലെ ജീവിതം ഒന്ന് മാറ്റിമറിക്കാനായിട്ട് സംഗീതത്തിനും. അപ്പൊ പിന്നെ സൂംബ കുറച്ച് ആക്ടിവിറ്റീസും കൂടെ ആവുമ്പോ അല്ലെ, അത് ആക്ടിവിറ്റീസ് ആവുമ്പോൾ നല്ലതാ. ഈ ക്ലാസ്സിൽ തന്നെ പണ്ടൊക്കെ എങ്ങനെയായിരുന്നു, ഇടയ്ക്ക് ടീച്ചർ പറയും സ്റ്റാൻഡപ്പ്, ഹാൻഡ്സ് അപ്പ്, ഹാൻഡ്സ് ഡൗൺ. ഇപ്പൊ അങ്ങനത്തെ നമ്മൾ കേൾക്കാം, നമ്മളിപ്പോ സ്കൂളിൽ നിന്ന് മാറി, പക്ഷെ എന്നാലും ഞാൻ കുറവാന്ന് തോന്നുന്നു. പക്ഷെ ഇങ്ങനെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ വരുമ്പോൾ കുട്ടികൾക്ക് എപ്പോഴും നല്ലതാണ്. ഞാൻ എപ്പോഴും പറയുന്നത് ശരിക്കും ആദ്യം എഡ്യൂക്കേഷനേക്കാളും നല്ലത് നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആ കുഞ്ഞുങ്ങളെ പഠിക്കും. ഇപ്പൊ ജപ്പാനിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആൽഫബറ്റ്സ് ഒക്കെ ഒരു 5 വയസ്സ് വരെ പഠിപ്പിക്കുന്നു പോലും ഇല്ല. അവരെ ആദ്യം പഠിപ്പിക്കുന്നത് ഒരു ഭൂകമ്പം വന്നു കഴിഞ്ഞാൽ എന്ത് ആദ്യം ചെയ്യണം, അതെ പെരുമാറണം. ഇവിടെ ശരിക്കും പറഞ്ഞാൽ അതാ ഞാൻ ആദ്യം പറഞ്ഞേ, ഗുഡ് ഓർ ബാഡ് ഏതാണ്, റിയൽ ഏതാണ്, ഫേക്ക് ഏതാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയാത്തതിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇതാണ്. ശരിക്കും സ്കൂളിൽ നിന്നേ ഇത് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പൊ ആൽഫബറ്റ്സ് ആയിക്കോട്ടെ, ഇപ്പൊ കാൽക്കുലേഷൻ, ബേസിക് ഒരു മനുഷ്യന് ജീവിക്കാൻ എന്താ ആവശ്യത്തിന് എഴുതാനും വായിക്കാനും പഠിക്കണം. അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ പ്ലസ് മൈനസ് അഡീഷൻ ഇതൊന്നും പഠിക്കണം. ഇത് ഇപ്പൊ അറിയില്ലെങ്കിൽ പോലും കാൽക്കുലേറ്ററിന്റെ ഹെൽപ്പ് ഉണ്ട്. യുഗമാണ്. സൈൻ പഠിച്ചാൽ പോലും നമുക്കൊന്ന് കൂട്ടാനുള്ള ടെക്നോളജി വളർന്നു. പക്ഷെ അപ്പൊ ഇപ്പം ഏറ്റവും കൂടുതൽ സ്റ്റക്കായി പോകുന്ന ജീവിക്കേണ്ട എങ്ങനെയാണെന്ന് ആൾക്കാർക്ക് അറിയില്ല. അപ്പൊ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മുടെ ഫുള്ളി ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം പറയുന്നത്, നമ്മൾ എല്ലായിടത്തും മാളിലാണെങ്കിൽ എവിടെ പോകുമ്പോഴും ഫയർ അണയ്ക്കാനുള്ള യന്ത്രം അവിടെ ഇരിപ്പുണ്ട്. നമുക്ക് ആർക്കെങ്കിലും അറിയോ അതെങ്ങനെ ഉപയോഗിക്കണം എന്ന്? ഒരു മനുഷ്യനും അറിയില്ല. അതിന്റെ ആള് വന്നത് പ്രയോഗിച്ചാൽ മാത്രം. പെട്ടെന്ന് ഒരു ഫയർ വന്നിട്ടുണ്ടെങ്കിൽ ആരെടുത്ത് അത് ഉപയോഗിക്കും? ഇത് പറഞ്ഞപ്പോഴേ ഈ ട്രെയിനിങ് ഞാൻ കുട്ടികൾക്ക് അവിടെ കൊടുത്തു. ഫയർ ആൻഡ് സേഫ്റ്റിന്ന് വന്നിട്ട് നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, ഇതൊക്കെ ഇതിന്റെ ഉപയോഗം എങ്ങനെയാണ്, ഇതെല്ലാം നമ്മൾ ചെയ്യിപ്പിച്ചു. ഇപ്പൊ ഒരു പെട്ടെന്നൊരു ആക്സിഡന്റ് വന്നാൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് കുട്ടികൾക്ക് അവർ വന്ന് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കൊടുക്കുമ്പോൾ അത് ഒരു പ്രാവശ്യം കൊടുത്തുകൊണ്ട് മതിയായില്ല, പല പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ അത് രജിസ്റ്ററായി. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർ ആ ജീവിക്കാനായിട്ട് എക്യുപ്ഡായി. മറ്റെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ, നമ്മൾ എങ്ങും പിള്ളേരെ ഇറക്കുന്നില്ല. ആപ്പാടെ ഈ വീട്ടിൽ വന്ന് എല്ലാരെയും സ്ഥിരം കാണുന്നവരെ കാണുന്നു, സ്ഥിരം കാണുന്ന സ്കൂൾ എൻവയോൺമെന്റ് കാണുന്നു. പിന്നെ ഒരു പൊതുവെ ഒരു അക്കാഡമിക് പ്രഷറാണ് കൂടുതൽ. ഫുൾ A+ മേടിക്കുക, അല്ലെങ്കിൽ ഇപ്പം എൻ്റെ അടുത്ത് ഇപ്പൊ പറയാം കേസുകൾ പറയുവാണെങ്കിൽ, ഇപ്പൊ പാരന്റ്സിന്റെ ഒരു പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 തരത്തിൽ വരുന്ന കുട്ടികളുണ്ട്. അതായത് ഇപ്പൊ ഒരു 10th കഴിയുമ്പോൾ ഇപ്പൊ മിക്ക കുട്ടികളും എൻട്രൻസും കൂടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. 11th 12th അത് ഒരു കേസല്ല, പല കേസുകൾ വരാറുണ്ട്. 11th സ്ട്രഗിൾ ചെയ്യുന്നു. അത് നമുക്ക് ഏറ്റവും രസം തോന്നുന്നത് എന്താണെന്നറിയോ, ഈ 10th ഫുൾ A+ മേടിക്കുന്ന കുട്ടികൾക്കാണ് ഈ പാനിക് അറ്റാക്ക് വരുന്നത് 11th 12th. കാരണം അവർക്ക് ആ പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇപ്പൊ എൻട്രൻസ് കോച്ചിങ് സെന്റേഴ്സ് ഒക്കെ ഇപ്പൊ അവിടെയും റാങ്ക് ആണ്. ഇപ്പൊ ഒരു എക്സാം ഇട്ട് അപ്പൊ തന്നെ റാങ്ക് പബ്ലിഷ് ചെയ്യുവാണ്. അപ്പത്തേക്കും എന്റെ റാങ്ക് ഒരു ഇച്ചിരി താഴെ പോയെന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ഫെയിലിയറിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതെ, തോൽവിയെ സമ്മതിക്കാൻ ഇപ്പോഴത്തെ കുട്ടികൾക്ക് പറ്റുന്നില്ല. അതൊരു വലിയ പ്രശ്നം. കാരണം LKG മുതൽ ഈ ഫസ്റ്റ് ആവണം, അതാണല്ലോ ചിന്ത വരുന്നത്. ശരിക്കും അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുക? ഫെയിലിയറിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡ്സ്? കുറച്ചൊക്കെ തോക്കാൻ നമ്മൾ അനുവദിക്കണം പിള്ളേരെ. അതൊരു വലിയ കാര്യമാണ്. തോറ്റ് വിജയത്തിലേക്ക് ഇനി വിജയിച്ചില്ലേ, തീർച്ചയായിട്ടും. അത് തന്നെയല്ല, ഈ ഫെയിലിയർ വന്ന തീർന്നു എന്നാണ് നമ്മുടെ സൊസൈറ്റി നമ്മൾ പഠിപ്പിക്കുന്നത്. അതൊരു തുടക്കമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവണം. അപ്പൊ ഫെയിലിയർ വന്നാണ് ഓരോരുത്തര്. ഇപ്പൊ നമുക്കറിയാം സക്സസ്ഫുൾ ആയിട്ടുള്ള ഏത് ആളുകളുടെ ലൈഫ് എടുത്താലും അവര് ഏറ്റവും റോക്ക് ബോട്ടത്തിൽ പോയി ഹിറ്റ് ചെയ്തവരായിരിക്കും.
ലൈഫിൽ ഫുൾ തകർന്നടിഞ്ഞ് ഇനി ഒന്നും നോക്കാനില്ല എന്നുള്ള അവസ്ഥ വരുമ്പോഴാണ് അവിടെ നിന്നായിരിക്കും ഒരു റീബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ റിയൽ ലൈഫ് എക്സാമ്പിൾസ് ആയിട്ട് നമ്മുടെ മുമ്പിൽ ഇല്ലേ? ഇപ്പൊ ഓപ്ര വിൻഫ്രി മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ വിമൻ ആണ് വേൾഡിലെ. അപ്പൊ അവരുടെയൊക്കെ നമ്മുടെ ബാല്യം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും തീരെ പുവർ ഫാമിലിയിലാണ്. അത് തന്നെയല്ല, അവരുടെ അമ്മ ഒരു ടീനേജ് മദറാണ്. ഏറ്റവും ചെറുപ്പത്തിൽ തന്നെ അവർ ഫിസിക്കലി മെന്റലി സെക്ഷുവലി അബ്യൂസ്ഡ് ആയി. ചെറുപ്രായത്തിൽ തന്നെ ഡെലിവറി ആയി, ആ കുട്ടി മരിക്കുകയും ചെയ്തു. അപ്പോൾ അവരെ ആളുകൾ പറഞ്ഞിരുന്നത് നിങ്ങളൊരു വിക്റ്റിമാണ്, നിങ്ങൾ ബ്ലാക്ക് ആണ്, പിന്നെ അതുപോലെ നീ ഒരു വിമൻ ആണ് എന്നൊക്കെ പറഞ്ഞ ആളാണ് ഇന്നൊരു ടോപ്പ് ഇൻഫ്ലുവൻഷ്യൽ വേൾഡിൽ തന്നെ അയക്കുന്നത്. സോ അപ്പൊ തന്നെ നമ്മളുടെ സാഹചര്യമോ അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥകളോ നമ്മളുടെ ഇതൊന്നും അല്ല നമ്മുടെ ഡെസ്റ്റിനി നിശ്ചയിക്കുന്നത് എന്നുള്ളതല്ല. അപ്പൊ അവിടെ തന്നെയാണ് ഞാൻ ആളുകളെ ടീച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ തന്നെയാണ് നമ്മുടെ ക്രിയേറ്റർ. സോ ആ ക്രിയേറ്ററായി നിങ്ങൾ മാറണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇന്നറിൽ വർക്ക് ചെയ്യണം. സോ നിങ്ങളുടെ വാല്യൂ സിസ്റ്റത്തിൽ നിങ്ങൾ വർക്ക് ചെയ്യണം. ഇതാണ് ആളുകളെ ഞാൻ ടീച്ച് ചെയ്യുന്നത്. എൻ്റെ കോച്ചിങ്ങിന്റെ മെയിൻ വ്യൂ അതാണ്. ഇപ്പൊ എൻ്റെ മുമ്പിൽ ഇപ്പോൾ ഒരു ആള് കൗൺസിലിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈവൻ ഒരു ഇപ്പം നിൽക്കുന്ന ലെവലിൽ നിന്ന് ഗ്രോ ചെയ്യണം എന്ന് വന്നാൽ ഞാൻ അവരുടെ സാഹചര്യത്തിലും ഒക്കെ എന്തൊക്കെയാണ് അവർ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളതിലേക്കായിരിക്കും ആദ്യം പോകുന്നത്. ആ വാല്യൂസിനെ ബേസ് ചെയ്ത് വെച്ചിട്ട് തന്നെയാണ് നമ്മളെല്ലാം നോക്കിക്കാണുന്നത്. നമ്മൾ ആ ഇപ്പൊ ഒരു കണ്ണട വെക്കുന്നത് പോലെ ആ ലെൻസ്, ഇപ്പൊ നമ്മുടെ കണ്ണാടിയിൽ നമ്മളൊരു മഞ്ഞ കളർ ഫിൽറ്റർ വല്ലതും വെച്ചാൽ എന്തായിരിക്കും കാണുന്ന എല്ലാം മഞ്ഞയായിട്ടിരിക്കും എന്ന് പറയുന്ന പോലെ നമ്മുടെ ഇന്നറിൽ നമ്മൾ എന്താണോ ഹോൾഡ് ചെയ്തിരിക്കുന്നത് അത് തന്നെയാണ് നമ്മൾ ഔട്ട്സൈഡ് വേൾഡിൽ നിന്ന് കാണുന്നത്. അപ്പോൾ ദ വേൾഡ് ഈസ് മിററിങ് യു എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് നല്ലൊരു ജീവിതം വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ വാല്യൂസിൽ തന്നെ വർക്ക് ചെയ്യും.